ഞാൻ സൈനുദ്ദീൻ സ്വാബിരി, കൻസുൽ ആലം അക്കാദമി, താമരശ്ശേരി. വിശ്വവാസ്തുശാസ്ത്രം എന്ന വിഷയത്തെ ആധികാരികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ശ്രോതാക്കളാകുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തുപഠനം നമ്മുടെ സമൂഹത്തിൽ മുഅല്ലിങ്ങൾ, ഖതീബുമാർ, ഇമാമുമാർ, മുദരിസുമാർ, എൻജിനീയർമാർ, ബിൽഡിംഗ് കോൺട്രാക്റ്റുമാർ തുടങ്ങി മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളും കലകളും പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സബ്ജക്റ്റ് കയ്യിലാക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രപഞ്ചഭാഷാ പഠനം. ഈ പ്രപഞ്ചഭാഷാ പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത് നാം മറ്റു ലാംഗ്വേജുകൾ, മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, അറബി, ഇങ്ങനെ വിവിധ ഭാഷകളെയല്ല നാം ഉദ്ദേശിക്കുന്നത്. ഭൂമി ലോകത്ത് ജാതി മത ഭേദമന്യേ ചെറുതോ വലുതോ എന്ന മാറ്റമില്ലാതെ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും ക്രിയവിക്രിയം നടത്തണമെങ്കിൽ, കൊടുക്കലുകളും വാങ്ങലുകളും നടത്തണമെങ്കിൽ, അളവുകളും മാനങ്ങളും കാത്തു സൂക്ഷിക്കണമെങ്കിൽ പ്രപഞ്ച ഭാഷയാകുന്ന മാത്തമാറ്റിക്സ്, കണക്കിനെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ച ഭാഷാ പഠനം ഇല്ലാതെ കണ്ട് ഒരു സംഗതിയും നമുക്ക് പൂർത്തീകരിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്തരം ആളുകൾ ഈ വിഷയം പഠിച്ചെടുക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ നന്മക്ക്, മാനവരുടെ നന്മക്ക്, നമ്മുടെ നന്മക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന്, ഈ രാജ്യത്തിലുള്ള പൗരന്മാരുടെ ഗുണമേന്മക്ക് എല്ലാം നമ്മിൽപ്പെട്ട കുറേ ആളുകൾ ഇത് സ്വായത്തമാക്കുകയും അതിൻ്റെ തനതാകുന്ന രീതിയിൽ നല്ല സേവനങ്ങൾ നമ്മുടെ അതാത് രാജ്യങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ കുടുംബവും ഇവിടെ രക്ഷപ്പെടുന്നു, എല്ലാവരുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നു, എല്ലാവരും നല്ല ഭൂമിയിൽ വീട് വെക്കപ്പെടുന്നു. ഈ ഒരു തത്വം ഉരുത്തിരിഞ്ഞ് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ ഓരോ രാജ്യങ്ങളിലും, ഓരോ പഞ്ചായത്തുകളിലും, ഓരോ ജില്ലകളിലും മനസമാധാനത്തോടുകൂടെ ജീവിതം നയിക്കാൻ പറ്റിയ പൗരന്മാരിവിടെ ഉണ്ടാകുക വഴി ഈ രാജ്യത്തിൻ്റെ മേന്മക്കും ഈ രാജ്യത്തിൻ്റെ ഗുണത്തിനും വേണ്ടി നമ്മുടെ ഈ വിജ്ഞാനവും നമ്മുടെ ക്രമീകരണവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഒരു ഭവനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് അത് നിർമ്മിക്കാൻ 18 തരത്തിലുള്ള ഭൂമികളെക്കുറിച്ച് നാം പഠനം നടത്തേണ്ടതുണ്ട്. ആ പഠനമാണ് വിശ്വവാസ്തുശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക. ഭൂമിയുടെ എനർജിയും അതിൻ്റെ പരിസരത്ത് നിന്ന് പ്രകടമാകുന്ന എനർജിയും ഓരോ ഭവനവുമായി ബന്ധപ്പെട്ട അളവുകളും അതിലേക്ക് വരുന്ന വഴികൾ, റോഡുകൾ, അവിടെ നിർമ്മിക്കുന്ന ഉപപീഠങ്ങൾ, ആ വീട്ടിൽ നിർമ്മിക്കുന്ന സ്റ്റെയർ കേഴ്സുകൾ, അതുപോലെ കിണറുകളും കുളങ്ങളും വേസ്റ്റ് കുഴികളും ഭവനത്തിലെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും അഥവാ ലുൽമാനിയത്തും നൂറാനിയത്തും മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ക്രമീകരിച്ച് എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതുപോലെ നാം ലക്ഷങ്ങൾ മുടക്കി ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ തെക്ക് നിന്ന് കയറുന്ന വീടാണെങ്കിൽ ആ വീടിന് പ്രധാന വാതിലായ ഉമ്മരപ്പടി എവിടെ നിർമ്മിക്കണം? ഈ വാസ്തുവിൻ്റെ പഠനം മനസ്സിലാക്കി ആളുകൾ പറയുന്ന സ്ഥാനം തെറ്റിച്ചുകൊണ്ട് നാം ഉമ്മരപ്പടി വാതിൽ വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? അതുപോലെ അടുത്ത വീട് പടിഞ്ഞാറിലോട്ട് ദർശനമായിട്ടാണ് കിടക്കുന്നത്, അവിടെ ഉമ്മരപ്പടി എവിടെ വെക്കണം? അവിടുത്തെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും എങ്ങനെയാണ്? പോസിറ്റീവ് എനർജിയിലാണോ ഉമ്മരപ്പടി വെക്കേണ്ടത്, നെഗറ്റീവ് എനർജി വരുന്നിടത്താണോ ഉമ്മരപ്പടി വെക്കേണ്ടത് എന്ന് നമ്മെ വാസ്തുശാസ്ത്ര രീതികളിലൂടെ, ആ ക്രമീകരണത്തിലൂടെ ഒരു തത്വസംഹിത പഠിപ്പിക്കുന്നു. ഇതേപോലെ കിടപ്പ് മുറികൾ, കിച്ചണുകൾ, കിണറുകൾ എന്നിവയുടെ സ്ഥാനങ്ങളും
അതുപോലെ ഏത് സ്ഥാനത്താണ് ഒരു ഭൂമിയിൽ വെള്ളം നിലനിൽക്കുന്നത് എന്ന് പെൻഡുലത്തിൻ്റെ സഹായത്തോടുകൂടെ ആ വെള്ളം കണ്ടുപിടിച്ച് ആ വീടിനോട് യോജിച്ച 6 സ്ഥാനങ്ങളാണുള്ളത്. ആ 6 സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തായിരിക്കണം ഈ വീടിന് വെള്ളം കിട്ടേണ്ടത്. ഈ ക്രമീകരണമൊക്കെയാണ് നിങ്ങൾക്ക് വാസ്തുശാസ്ത്ര പഠനത്തിലൂടെ സ്വന്തമായി സ്വായത്തമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഗുണങ്ങൾ. ഇതുപോലെ കിടപ്പുമുറികൾ, കിച്ചണുകൾ, ഇവയുടെ സ്ഥാനങ്ങൾ, ഇവയുടെ ഗുണങ്ങൾ കൃത്യമായും വസ്തുനിഷ്ഠമായും 100% നന്നായി തന്നെ ഓരോ കുടുംബത്തിനും ലഭ്യമാവാൻ ഇത് പഠിച്ചവർ ഇതിനായി മേൽനോട്ടം വഹിക്കുമ്പോൾ ആ രീതിയിൽ ഗുണത്തോടു കൂടിയ ഒരു ഭവനം നമുക്ക് ലഭിക്കുന്നു. പിതാവ് കിടക്കേണ്ട കിടപ്പറ, കുട്ടികൾക്കുള്ള കിടപ്പറ, വീട്ടിൽ നാം സൗകര്യപ്പെടുത്തുന്ന ബാത്റൂമിൻ്റെ സ്ഥാനം, വീട്ടിൽ നാം അടുക്കളയായി ഉപയോഗിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കിച്ചണിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ അടുപ്പിൻ്റെ നേരെയായിട്ട് സെപ്റ്റിക് ടാങ്ക് വന്നാൽ വീട്ടിൽ സംജാതമാകുന്ന നെഗറ്റീവ് എനർജികൾ, അല്ലെങ്കിൽ മക്കൾ, നാം വലിയവർ, മുതിർന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ലാത്ത അവസ്ഥകൾ, ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ഉറക്കം വരാത്ത രാത്രികൾ, ഉറങ്ങിയാൽ തന്നെയും നമുക്ക് രോഗം മാറാത്ത അവസ്ഥകൾ, ഭക്ഷണം കഴിച്ചാൽ തന്നെയും ആരോഗ്യത്തിന് ഉപകരിക്കാത്ത അവസ്ഥകൾ, എത്ര കാശ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും ആ കാശിൽ നിന്ന് കുടുംബത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുത്ത് പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരു ബിസിനസ് നാം ആരംഭിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഗുണമേന്മ കിട്ടാത്ത അവസ്ഥകൾ, ഇതുപോലെ മക്കൾ വിദേശത്ത് പോകണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പോയ മക്കൾക്ക് വിദേശത്ത് പോയ കാരണം ഉള്ളതും കൂടെ ഇല്ലാതാകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, നാം ഹോസ്പിറ്റലുകളും സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ആളുകളെയും സമീപിച്ചിട്ടും ഖുർആൻ ചികിത്സ പോലും നടത്തിയിട്ട് പോലും നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പ്രകൃതിയിൽ അള്ളാഹു വെച്ച ക്രമീകരണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രമീകരണത്തിൻ്റെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും മനസ്സിലാക്കിക്കൊണ്ട് അവിടത്തോട്ട് വരേണ്ടുന്ന വഴികളുടെ അളവുകളും ക്രമീകരണവും സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട്, ഉമ്മരപ്പടി വാതിലുകൾ വെക്കേണ്ടടുത്ത് വെച്ചുകൊണ്ട്, കിണറുകൾ സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ചുകൊണ്ട്, അടുക്കളയിൽ നിന്ന് തീ കത്തിക്കുന്നത് സ്ഥാനത്തായിക്കൊണ്ട് ഒരു ക്രമീകരണം ചിട്ടയും കൊണ്ടുവന്നാൽ അടുക്കളക്ക് നിങ്ങൾ 10 മാർക്ക് കൊടുക്കൂ, ബെഡ്റൂമിനും നിങ്ങൾ 10 മാർക്ക് കൊടുക്കൂ, കിണറിനും നിങ്ങൾ 10 മാർക്ക് കൊടുക്കൂ, സെപ്റ്റിക്കിനും 10 മാർക്ക് കൊടുക്കൂ, ഡൈനിങ്ങിനും 10 മാർക്ക് കൊടുക്കൂ. എല്ലാം നോക്കുമ്പോൾ എ ഗ്രേഡിൽ വന്നിരിക്കുന്ന 100% സക്സസ് ആയി തീർന്നിരിക്കുന്ന ഒരു ഭവനം നിങ്ങൾ എത്ര ആശാരിമാരെ കൊണ്ടുവന്നാലും, എത്ര ഉസ്താദുമാരെ കൊണ്ടുവന്നാലും, എത്ര സയ്യിദന്മാർ വന്ന് നോക്കിയാലും ഒരു റിമാർക്കും ഇല്ല എന്ന് എല്ലാവർക്കും കൂട്ടായ്മയോടുകൂടെ പറയാൻ പറ്റിയ ഒരു വാസ്തു ക്രമീകരണമാണ് വിശ്വവാസ്തുശാസ്ത്രം എന്നുള്ള ഈ പുസ്തകത്തിനെ ആധാരമാക്കിക്കൊണ്ട് 15 വർഷത്തിൽ കൂടുതലായി ഈ പ്രവർത്തനം ചെയ്യുന്ന 100 കണക്കിന് വീടുകളും ശിഷ്യന്മാരുമായി ഈ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ അമല് പ്രവർത്തിക്കുവാനും ഒരുപടി ആളുകൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുവാനും ശ്രോതാക്കളാകുന്ന നിങ്ങളിൽ നിന്നും കൂടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.